ഹായ്. സൂത്രവാക്യം ഡയറക്റ്റഡ് ബൈ യൂജിൻ ജോസ് ചിറമ്മേൽ. ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ശ്രീകാന്ത് കണ്ട്ര ഗുളയാണ്. മലയാളിയാണെന്ന് തോന്നുന്നില്ല. മലയാളി അല്ലെങ്കിലും മലയാളം കേട്ടാലും മനസ്സിലാവാത്ത ഒരാളാണെന്ന് തോന്നുന്നു. ഏതെങ്കിലും വിധേന ഇയാൾക്ക് മലയാളം അറിയിരുന്നെങ്കിൽ ഈ പടം ചെയ്യില്ലായിരുന്നു. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത, ഒരു കല്യാണ വീഡിയോയുടെ പോലും വിഷ്വൽ ക്വാളിറ്റി ഇല്ലാത്ത ഒരു തൊലിഞ്ഞ പടമാണ് ഈ പറയുന്ന സൂത്രവാക്യം. ഇൻസ്റ്റഗ്രാമിൽ ഈ ഷൈനിൻ്റെ ഡി അഡിഷൻ, അയാളുടെ ആക്സിഡൻറ്റ്, അതിനുശേഷമുള്ള തിരിച്ചുവരവ്, ഇതിനെല്ലാം ഒന്ന് അരച്ചു കലക്കി നല്ല രീതിയിൽ ഈ പടത്തിന് വേണ്ടി ഒരു പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രൊമോഷൻ പോസ്റ്റർ, ഒന്ന് രണ്ട് പോസ്റ്റർ കണ്ടിട്ടാണ് വലിയ മനസ്സിലാതെ ഈ പടത്തിന് തല വെച്ചത്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം എന്താ വെച്ചാൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു ചെറിയ നല്ല സിനിമ റിലീസായിട്ട് ഇവർക്ക് ഇതേപോലെ പൈസ വാങ്ങി ഒരു പെയ്ഡ് പോസ്റ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവനത് നല്ല പടമാണെങ്കിൽ പോലും ആൾക്കാരതിന് കയറില്ല. ഇമ്മാതിരി പടങ്ങൾക്കെല്ലാം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ. സോ പൈസ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, ജോലി ചെയ്താൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്ന് വെച്ച് ഇമ്മാതിരി പണിയൊന്നും ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ആരും പിന്നീട് കയറാത്തൊരവസ്ഥയാവും, നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഓക്കെ, സോ ഇനി ഈ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാലോ, ഞാൻ പറഞ്ഞത് ഒരു അബ്സല്യൂട്ട് കൾട്ട് പടമാണ്. സോ സിനിമ തുടങ്ങിയത് ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് നിർത്താതെ ചിരിക്കാം. 2 മണിക്കൂർ തികച്ച് ഈ പടമില്ല, നമുക്ക് കളിയാക്കി തന്നെ ചിരിക്കാം. അപ്പോൾ ഞാൻ സിനിമ കാണുന്ന സമയത്ത് 2-3 നല്ല കമൻറ്റ് പറയുന്ന ആൾക്കാരും തിയേറ്ററിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിത് ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല എങ്കിലും, ഭാവിയിൽ OTT എന്നിട്ടും കണ്ടിട്ടില്ല എങ്കിലും, ഈ യൂട്യൂബിലൊരു ചാനലുണ്ട്, അപ്പൂപ്പൻ ആൻഡ് ബോയ്സ്. ഞാൻ കാണാറുണ്ട്, നിങ്ങൾ ചിലപ്പോൾ കാണാറുണ്ടാകും. ഈ പടം ശരിക്കും അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് സ്റ്റഫാണ്, അവർക്ക് കാണാൻ പറ്റിയൊരു പടമാണ്. സോ പല ആൾക്കാരും ഇത് നല്ല രീതിയിൽ തന്നെ ഭാവിയിൽ വലിച്ചു കയറും. സോ എൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഞാൻ തന്നെ തുടങ്ങി വയ്ക്കാം. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്കൂളിനെ ബേസ് ആയിട്ടൊരു പടമാണ് കേട്ടോ ഇത്. കുട്ടികളെയൊക്കെ ബേസ് ആയിട്ടുള്ളൊരു സിനിമയാണിത്. ഇതിൽ ഷൈൻ ടോം ചാക്കോ, അതുപോലെ തന്നെ വിൻസി, ദീപക് പറമ്പോൽ, ഈ 3 ആർട്ടിസ്റ്റുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആൾക്കാരും ഭയങ്കര അഭിനയമായിരുന്നു. അഭിനയം എന്ന് വെച്ചാൽ അഭിനയിച്ച് നല്ല പണ്ടാറടക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്കൂള് പറഞ്ഞല്ലോ, ആ സ്കൂളിന് ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ പണ്ടിപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ LBS എഞ്ചിനീയറിംഗ് കോളേജ് എന്നിട്ടൊരു കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 വർഷം മുമ്പ് വരെ ആ കോളേജിൽ ഈ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ആ കോളേജിൻ്റെ ക്യാമ്പസിനുള്ളിൽ തന്നെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റൊക്കെ സെറ്റാക്കിയിരുന്നു. എന്നിട്ട് ഈ പടവും ഏകദേശം അതേപോലെ തന്നെ കേട്ടോ. ഒരു സ്കൂളിന് ഒരു പോലീസ് സ്റ്റേഷൻ, സ്കൂളിൽ എന്ത് സംഭവിച്ചാലും പോലീസ് വരും. സ്കൂളിൽ കഞ്ഞിച്ചില്ലെങ്കിൽ പോലീസ് വരും, സ്കൂളിൽ ആരെങ്കിലും തുമ്മിയാൽ പോലീസ് വരും, തലയിറങ്ങി വീണാൽ പോലീസ് വരും, സ്കൂളിൽ ബെല്ലടിച്ചില്ലെങ്കിൽ പോലീസ് വരും. അങ്ങനത്തെ ഒരു പോലീസ് സ്റ്റേഷനും ഒരു സ്കൂളും. അപ്പൊ നമ്മുടെ ഈ പടം ഇങ്ങനെ കണ്ടു പോകുന്ന സമയത്ത് നമുക്കൊരു സമയത്ത് തോന്നും, ഈ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന പോലീസുകാരൊക്കെ പണ്ടൊരു സമയത്ത് ഈ സ്കൂളിൽ പഠിച്ചതിന് ശേഷം സ്കൂൾ കഴിഞ്ഞിട്ട് സ്കൂളിന്റെ അടുത്ത് തന്നെ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്ത് ഒരു വണ്ടിയും